ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. 2025 ശേഷം ഒരുപാടധികം വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ബാലരാമപുരത്ത് ഒരു 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന വാർത്തയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിനു മുന്നേ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പാറയിൽ അടിച്ചു കൊന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയും അമ്മയുടെ സഹോദരനും, അതായത് സഹോദരി സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ബന്ധമാണെന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ആശ്ചര്യം തോന്നിയെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചാറ്റുകൾ പോലും പുറത്ത് പറയാൻ പോലും അറപ്പുളവാക്കുന്നതാണെന്ന തരത്തിലാണ് വാർത്തകൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ പോലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള വൈകല്യങ്ങളുള്ള വ്യക്തിയാണ് ഈ പറയുന്ന കുട്ടിയുടെ അമ്മാവൻ എന്ന തരത്തിലേക്ക് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിലപ്പുറത്തേക്ക് ഈ ശ്രീതു എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയും അത്ര നല്ലൊരു സ്ത്രീയല്ല. അവർ സാമ്പത്തിക തട്ടിപ്പും ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുങ്ങാൻ വേണ്ടി ചിലപ്പോൾ അവർ തന്നെ ചെയ്ത മെനഞ്ഞെടുത്തൊരു കഥയാകാം. ഇങ്ങനെ തരത്തിലാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടി. അതിലപ്പുറത്തേക്ക് ഈ ഇടയിൽ നടന്ന ഏതൊരു വാർത്തകൾ, കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മൊഴിയെടുപ്പുമായി പ്രതികളെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു കൂസലുമില്ലാതെ, ഒരു പശ്ചാത്താപ ബോധവും ഇല്ലാത്ത പ്രതികളെ മാത്രമാണ് നമ്മൾ കൺമുന്നിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയാൾ പൊട്ടിക്കരയുന്ന വീഡിയോസ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് കമൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റുമായിരുന്നു, ഇയാൾ കുറ്റവാളിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ കുറ്റവാളികളൊന്നും ഇതുപോലെ കരയുന്നതായിട്ടോ ഇങ്ങനെ നിൽക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും കൂസലില്ലാതെ നിൽക്കുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ തന്നെ ചെയ്തതാണോ എന്നൊരു സംശയം. ഇങ്ങനെ കുറേയധികം ദുരൂഹതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ അതിനൊരു പൂർണ്ണ ചിത്രം വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന എല്ലാ തെളിവെടുപ്പിന് ശേഷവും എല്ലാ പരിശോധനകൾക്ക് ശേഷവും കൃത്യമായിട്ട് പറയുകയാണ്, സഹോദരിയും സഹോദരനും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. സഹോദരിയോട് സഹോദരന് കൃത്യമായിട്ട് വൈരാഗ്യമുണ്ടായി. ഒറ്റ രാത്രിയിൽ ഉണ്ടായ വൈരാഗ്യം. ആ വൈരാഗ്യത്തെ തുടർന്നാണ്, കാരണം അയാൾ നിശ്ചയിച്ച ചില കാര്യങ്ങൾക്ക് എതിരായി നിന്നത് ആ കുട്ടിയുടെ സാമീപ്യമായിരുന്നു. അതുകൊണ്ട് കിണറ്റിലെറിഞ്ഞ് ആ കുഞ്ഞിനെ കൊന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനുവരി 29 രാത്രിയിൽ സ്ഥിരമായിട്ട് ഈ സഹോദരിയും സഹോദരനും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സഹോദരിയെ സഹോദരൻ റൂമിലേക്ക് വിളിക്കും, സഹോദരി അവിടേക്ക് പോകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകേണ്ട ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഇവർ തമ്മിലായിരുന്നു നടപ്പിലാവുന്നത്. അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ അമ്മയച്ഛനും ബാക്കി ആൾക്കാരും ഈ ഒരു സംഭവം ഇതുവരെ കണ്ടെത്താത്തത് എന്തായിരുന്നു, അറിയാതെ പോയത് എന്താണെന്ന് മാത്രം മനസ്സിലാവാത്തൊരു സാഹചര്യമാണ്. ഇനിയും ഒന്നുകൂടി നമുക്ക് വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത്രയും വൈദഗ്ധ്യമുള്ളൊരു സ്ത്രീ തന്നെയാണ് അവരെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഭർത്താവിൽ നിന്ന് ഇത്രയും കാലം അകന്ന് നിൽക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇത്തരത്തിൽ ഇത് മാത്രമായിട്ട് കണക്കാക്കുന്ന ചില സ്ത്രീ ജന്മങ്ങളും പുരുഷ ജന്മങ്ങളും ഉണ്ട്. അപ്പം അവർക്ക് ആരിൽ നിന്നാലും ഇത്തരത്തിലൊരു ബന്ധത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഭർത്താവ് തന്നെ ആവണമെന്നില്ല. അത്രയും അതപ്പതിച്ച ചില ജന്മങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു ഈ സ്ത്രീ എന്ന് പറയുന്നത്. അന്ന് രാത്രിയും വിളിക്കുന്നു. പക്ഷെ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് കുഞ്ഞ് കരയുന്നില്ല, സങ്കടം കൊണ്ടായിരിക്കത്തില്ല റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായി കഴിഞ്ഞാൽ അമ്മയെ കാണാതാകുമ്പം ആ കരച്ചിൽ കൂടും, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അധികരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള മറ്റുള്ളവർ ഉണരും, അവിടേക്ക് വരും, ഈ ഒരു സംഭവം പിടികൂടും. അതുകൊണ്ട് തന്നെ വെപ്രാളത്തിൽ അവൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അവൾ ആ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ അവിടെ തർക്കം ഉണ്ടാവുന്നു, പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അതിനെ തുടർന്ന് അന്നത്തെ രാത്രി മൊത്തവും ആ സ്ത്രീ, അതായത് ഈ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ഈ റൂമിലേക്ക് വരുന്നില്ല. അപ്പം അന്ന് രാത്രി മൊത്തവും ആലോചിച്ചുണ്ടാക്കിയ വൈരാഗ്യം, കാരണം അവൻ ചിന്തിച്ചെടുത്ത കാര്യങ്ങൾ, ഈ കുഞ്ഞുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ സംഭവിക്കും, എൻ്റെ ഇത്തരത്തിലുള്ള സംതൃപ്തികരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ സഹോദരിയുമായിട്ടുള്ള ഈ വീഴ്ചയിൽ തടസ്സമായിട്ട് നിൽക്കുന്നവൾ തന്നെയാണ് ആ കുഞ്ഞെന്ന് പറയുന്നത്. മൂത്ത കുഞ്ഞിന് പ്രായമുള്ളത് കൊണ്ട് അമ്മയുടെ ആവശ്യം അവൾ തന്നെ താൻ ഉറങ്ങിക്കോളും. അപ്പം അവളെ അതുകൊണ്ട് ഈ പറയുന്ന അതിലേക്ക് അവൻ വലിച്ചഴിച്ചില്ല. പക്ഷേ ഈ കുഞ്ഞ് പ്രായം കുറവാണ്, ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സഹോദരിയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് തടസ്സമായിട്ട് കുഞ്ഞ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയിരിപ്പിൽ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള പദ്ധതികൾ അന്ന് ആലോചിച്ച് കൂട്ടിയതാണ്. രാവിലെ തന്നെ കുഞ്ഞിനെ എടുത്ത് ആ പറയുന്ന കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നത് അവൻ തന്നെയാണെന്നുള്ള കാര്യമാണ്, പൂർണ്ണ ചിത്രമാണ് ഇപ്പം വെളിയിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പം അതിലപ്പുറത്തേക്ക് ആ സഹോദരൻ്റെ പേരിൽ, അത് ഈ പറയുന്ന ഏറ്റവും വലിയ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും നിഷ്ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ് അവനെ ഏറ്റവും
കൂടിയ ശിക്ഷ തന്നെ വേണം, അത് മാനുഷിക പരിഗണന ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അതിലപ്പുറത്തേക്ക് വരുമ്പോൾ സ്ത്രീയുടെ കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും കുറേയധികം ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ സ്ത്രീ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ രതീഷ് നടക്കമുള്ള ഒരാൾ ഈ പറയുന്ന പരാതിയിൽ പെടുന്നിട്ടുണ്ട്. അയാൾ 5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിൽ ഇവൾക്ക് ജോലിയുണ്ട്. അപ്പോൾ ആ ജോലി അവിടെ ജോലി ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥിര നിയമനം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവർക്ക് ക്യാൻസറാണ്, അതിനാണ് മുടി മുറിച്ച് കളഞ്ഞത് എന്നും പറഞ്ഞ ആൾക്കാരിൽ നിന്ന് പൈസ പിരിച്ചെടുക്കുന്നത്. അപ്പം പൈസ പിരിച്ചെടുക്കുക എന്ന് പറയുന്നത്, അതിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇവളുടെ ഒരു രീതിയാണ്. ഇതിലപ്പുറത്തേക്ക് പലവർക്കും ഈ പിരിച്ചെടുത്ത പൈസകൾ ഇവൾ സഹായം ചെയ്തിരുന്നു എന്ന തരത്തിലേക്കും ഒരു വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയിൽ എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്നുള്ളത് പോലീസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു പീഡനം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ ശ്രീതു പറഞ്ഞിരിക്കുന്നത് അന്ന് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സത്യാവസ്ഥയാണെന്നുള്ള കാര്യം പറയാൻ തീർച്ചപ്പെടുത്താത്തൊരു കാര്യമാണ്. അപ്പം നമ്മളതെടുത്ത് പറയുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാറുണ്ടായിരുന്നു, ഈ പറയുന്ന അവളെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിവരം പോലീസിലേക്ക് ഇവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പം പല കഥകളാണ് ഇതിൽ നിന്ന് അഴിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ഇത്രയും ഒരു നിഷ്ക്രൂരമായിട്ടുള്ള മരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും വൃത്തികെട്ട ബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണുന്ന സമയത്ത് വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഏകദേശ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആൾക്കാരുടെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതിൻ്റെ. അതായത് 1-2 പേരെങ്കിലും അതിനകത്ത് കൃത്യമായിട്ട് വന്ന് വല്ലാത്ത രീതിക്ക് ഇതിവിടെ നടക്കുന്നതാണ്, ഇതിവിടെ പതിവുള്ളതാണെന്ന് പറയുന്ന സമയത്ത് ഇതെവിടെയൊക്കെ പതിവുള്ളതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം അങ്ങനെയല്ല ആൾക്കാർ പറയത്തില്ലല്ലോ, പരസ്യമായിട്ട് വന്നെന്ന് ഇത്രയും വൃത്തികെട്ട ഒരു ബന്ധത്തെക്കുറിച്ച് ഇത് ഇങ്ങനെ നടക്കുന്നതാണെന്ന് ആരും തന്നെ ഇങ്ങനെ വഴക്കടിച്ച് പറയാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടേക്കോ സഹോദരന്മാർ തമ്മിൽ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ കേരളത്തിൽ നടക്കുന്നുള്ളത് യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ഈ പറയുന്ന ലൈംഗിക വൈകൃതം കൂടുന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു സംഭവം, ലൈംഗിക സംതൃപ്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരെ കിട്ടിയാലും മതി. കാരണം നമ്മൾ കാണുന്ന വാർത്തകളാണല്ലോ, ഈ ടൂള് വരുന്നുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള സംതൃപ്തി അടയാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത്രയും രീതിയിലേക്കാണ് ഇതിൻ്റെയൊക്കെ പോക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് കൂടി സ്വാഭാവികമായിട്ടും ഈ മദ്യം, മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സ്വന്തം പിതാവ് തന്നെ സ്വന്തം കുഞ്ഞിനെ ഈ പറയുന്ന ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മാവന്മാർ ഉപയോഗിക്കുന്നു, ഇങ്ങനെ ഒരുപാട്. ഇപ്പം സ്കൂളിൽ അധ്യാപകന്മാർ കൂട്ടമായിട്ടൊരു കുഞ്ഞിനെ പീഡിപ്പിച്ചൊരു വാർത്ത, 13 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച വാർത്തകൾ വരുന്നു. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് തിരിച്ചറിവില്ലാതെ പോകുന്നതെന്നുള്ള കാര്യം. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഇനിയൊരു ആ ഒരു സ്പീഷീസിനെ എടുത്ത് മാറ്റി വെക്കേണ്ട ഒരു കാര്യമുണ്ടോ, അങ്ങനെ ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. കാരണം മനുഷ്യനെ നമ്മളെപ്പോഴും പരിഗണിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യൻ മൃഗം എന്ന് രണ്ടായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ മാറ്റി നിർത്തി നമ്മളെപ്പോഴും ഈ 2 ഗണങ്ങളെ പറയുന്നതിൻ്റെ കാരണം മനുഷ്യന് വിവേകമുണ്ട്, അറിവുണ്ട്, തിരിച്ചറിവുണ്ട് എന്നൊരു പരിഗണനയിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനുഷ്യനെ വിലയിരുത്തപ്പെടുന്നത് എന്ന് പറയുന്നത്. മൃഗത്തിനെ നമ്മൾ അല്ലാത്ത രീതിക്ക് പറയുന്നതിൻ്റെ കാരണം മനുഷ്യന് ഈ പറയുന്ന മൃഗത്തിന് വിവരവും വിവേകവും ഒക്കെ ഉണ്ട്, അത് ഈ പറയുന്ന ഇല്ലാതാണെന്ന് അല്ലെങ്കിൽ അത് കുറവാണെന്ന് ആൾക്കാർ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പോൾ ഒരു പൂച്ച എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, തള്ളപ്പൂച്ച അതിൻ്റെ കുഞ്ഞിനോട് തന്നെ ഇണചേരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം ആ ഒറ്റ ഇത് വെച്ചിട്ടാണ് അതിനൊക്കെ മനുഷ്യരോടൊപ്പം അല്ലെങ്കിൽ അത്രത്തോളം വിവേകമില്ല അല്ലെങ്കിൽ തിരിച്ചറിവില്ല എന്നൊരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നതെന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. കാരണം മനുഷ്യനെക്കാളും അറിവ് കൂടുതൽ തന്നെയാണ് പലപ്പോഴും മൃഗങ്ങളുടെ രീതികളിലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഇതിലിപ്പം നമുക്ക് തുലനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം മൃഗം എന്താണോ അതുപോലെ തന്നെയാണ് മനുഷ്യനായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. നല്ല പ്രായം ചെന്ന ഒരു അച്ഛനെ സ്വന്തം മകൾ കല്യാണം കഴിച്ചു. അത് ഭയങ്കര സന്തോഷത്തോടെ വന്ന് വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ വീഡിയോയിലൂടെ പറയുന്ന, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു മകളുടെയും അച്ഛൻ്റെയും വാർത്ത പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇവിടെ സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോഴും ഈ പറയുന്ന അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സംസ്കാരങ്ങളെ കൃത്യമായിട്ട് ഈ പറയുന്ന വൈദേശികർ അല്ലെങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യർ സ്വീകരിച്ചുകൊണ്ട്
നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ പണ്ടുണ്ടായിരുന്ന രീതികളെ സംസ്കാരത്തെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നോക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഒരു കാഴ്ചപ്പാട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അവർ ഈ പറഞ്ഞ സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് ഫാദർ ആ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവർ പിന്നീട് ഭാരതീയ സംസ്കാരത്തെ ഇഷ്ടപ്പെടുകയും നമ്മൾ ഒരുപാട് ഈ പറയുന്ന നോവൽസോ അല്ലെങ്കിൽ സാഹിത്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ലാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവരെ പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെ കൃത്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക, അവരിപ്പോൾ കുട്ടികളെ നന്നായിട്ട് പരിപാലിക്കുക, കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തിൽ ഏറ്റവും താഴേക്ക് പോവുകയാണ്. അവരൊന്നുമില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് പ്രാപ്തരാക്കുന്ന നിലയിലെങ്കിലും ആക്കുമായിരുന്നു. ഇവിടെ അതല്ല ചെയ്യുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന അത്രയും അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ പകുതിയിലധികം പോയിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലാണ്. അപ്പം ഇനി നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ തന്നെ കേട്ട് ഞെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ വാർത്തകൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തിൽ നമുക്ക് ഏകദേശം 1000 ഞെട്ടലുകളെങ്കിലും കുറഞ്ഞത് ഞെട്ടാൻ പറ്റും. അത്രയും അധികം നല്ല വാർത്തകളാണ്, നല്ല ജനറേഷനാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സമ്മാനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആണിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, പെണ്ണാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. പെൺകുട്ടികൾ കാണിക്കുന്നത് വൈദഗ്ധ്യം കൂടിയ കാര്യങ്ങളാണ്. അപ്പം ഇതുപോലുള്ള വാർത്തകൾ കേട്ട് ഇനി എന്നും ഞെട്ടിക്കൊണ്ടേയിരിക്കും.